ഹായ്, അന്നിട്ട വീഡിയോയുടെ രണ്ടാം ഭാഗമാണിത്. പ്രയാണം PSCയുടെ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ ബാങ്കാണ് കേട്ടോ കാണിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ബാങ്കിൽ 1750 പേജുകളാണ്. അങ്ങനെ 3 ബുക്കായിട്ടാണ് ഞാനിത് പ്രിൻ്റ് എടുത്തത്. ഒരു ബുക്ക്ലെറ്റിൽ ഏകദേശം 500 പേജുകൾ ഉൾക്കൊള്ളുന്ന പോലെ കേട്ടോ എടുത്തത്. കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ഡിഗ്രി ക്വസ്റ്റ്യൻസും പിന്നെ ആൻസർ മാർക്ക് ചെയ്ത PDF-ഉം അതുപോലെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും ഫോക്കസ് ഏരിയ ആയിട്ടാണ് നമുക്ക് പ്രയാണം അയച്ചു തരുന്നത് കേട്ടോ. അതുപോലെ ഈ ക്വസ്റ്റ്യൻ ബാങ്കിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും പ്രിൻ്റ് എടുത്ത് പഠിച്ചില്ലെങ്കിലും ഒരു തവണയെങ്കിലും ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകുന്നത് നന്നായിരിക്കും കേട്ടോ. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കൂടെയും PSCയുടെ ആൻസർ കീ കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫോക്കസ് ഏരിയ നോക്കാം. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലെയും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ, അതായത് ഓരോ ചോദ്യവും ഏത് ടോപ്പിക്കിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്നാണ് ഫോക്കസ് ഏരിയയിൽ കൊടുത്തിരിക്കുന്നത്. എക്സാം ചെയ്ത് നോക്കിയ ശേഷം ഈ ഫോക്കസ് ഏരിയയും കൂടി നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. ഡിഗ്രി എക്സാമിന് റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന പല ടോപ്പിക്കുകളും നമുക്കിതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി റീസെൻ്റായിട്ട് വാങ്ങിയ 2-3 പുസ്തകങ്ങൾ കൂടി കാണിക്കാം കേട്ടോ. ലളിതം മലയാളം എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അതായത് 2003 മുതൽ 2025 വരെയുള്ള, അതായത് റീസെൻ്റ് ആയിട്ടുള്ള ചോദ്യപേപ്പർ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള അപ്ഡേറ്റഡ് വേർഷനാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. ഇതിൽ മുൻവർഷത്തെ ചോദ്യങ്ങൾ മാത്രമല്ല, മാതൃകാ ചോദ്യങ്ങൾ കൂടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലളിതം പബ്ലിക്കേഷൻ്റെ തന്നെ ഇംഗ്ലീഷിൻ്റെയും കൂടി ഗൈഡ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇതും 2025 ചോദ്യങ്ങളൊക്കെ ചേർത്തിട്ട് അപ്ഡേറ്റ് ചെയ്ത് ഇറക്കിയ വേർഷൻ തന്നെയാണ് കേട്ടോ. ഈ പുസ്തകത്തിൽ മുൻവർഷ ചോദ്യങ്ങളും ഒപ്പം അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡിഗ്രി പ്രിലിംസിന് തയ്യാറെടുക്കുന്നവർക്ക് മലയാളം, ഇംഗ്ലീഷ്, മാത്സിൻ്റെ പ്രാധാന്യം അറിയാമല്ലോ. പ്രിലിംസ് പാസ്സാകാനുള്ള ഏകദേശം 50 മാർക്ക് ഈ മലയാളം, ഇംഗ്ലീഷ്, മാത്സിൽ തന്നെ കിടപ്പുണ്ട് കേട്ടോ. അവസാനമായിട്ട് ഞാൻ കാണിക്കുന്നത് ഒരു SCERTയുടെ ഗൈഡാണ്. പൊതുവേ ഞാൻ SCERTക്ക് ഗൈഡ് യൂസ് ചെയ്യാറില്ല, കാരണം സ്വന്തമായിട്ട് നോട്ട് ഉണ്ടാക്കി പഠിക്കുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ നമുക്ക് ഇപ്പോൾ സമയം കുറവായതുകൊണ്ട് ലക്ഷ്യയുടെ സോഷ്യൽ സയൻസിൻ്റെ ഒരു ഗൈഡാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. PSC പഠിക്കുന്നവർക്ക് എല്ലാവർക്കും ഏതെങ്കിലും ബുക്ക് ഷോപ്പുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ പോകുന്ന കടയിൽ SCERTക്ക് എല്ലാവരും വാങ്ങുന്നത് ഈ ഗൈഡാണ്. 5 മുതൽ 10 വരെയുള്ള SCERT സോഷ്യൽ സയൻസ് ചാപ്റ്റേഴ്സിൻ്റെ ഗൈഡാണ് കേട്ടോ ഇത്. മറ്റു പബ്ലിക്കേഷൻ്റെയൊക്കെ ചാപ്റ്റേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് 5ാം ക്ലാസ്, 7ാം ക്ലാസ്, 9ാം ക്ലാസ്, അല്ലെങ്കിൽ 6, 8, 10 ഈ ഒരു കണക്കിലാണ്. പക്ഷേ ലക്ഷ്യയിൽ നമുക്ക് 5 മുതൽ 10 വരെ കിട്ടും. 2 ബുക്കായിട്ട് പഠിക്കുന്നതിന് പകരം എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത് ഈ ഒരൊറ്റ ബുക്ക് പഠിക്കുന്നതാണ് കേട്ടോ. 750 രൂപയാണ് ഈ ബുക്കിന് റേറ്റ് വരുന്നത്. പിന്നെ ഇതിലെ എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കാതെ നമ്മുടെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ലളിതം പബ്ലിക്കേഷൻ്റെ PYQ ബുക്കിന് 400 രൂപയാണ് ഒരെണ്ണത്തിന് വരുന്നത്. അങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ഇന്ത്യൻ പൊളിറ്റിയും ശ്രീധര മേനോൻ്റെ കേരള ചരിത്രവും അതുപോലെ ഡിഗ്രി റാങ്ക് ഫയലും ഒക്കെ ചേർത്ത് ഇത്രയും പുസ്തകങ്ങളാണ് ഞാൻ പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്മാർട്ടായിട്ട് പഠിക്കൂ. ബൈ.